നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പിക്സൽ ഡിവൈസ് ആണ് പിക്സൽ 6 ആൻഡ് ഇതിനു മുമ്പ് ഞാൻ പിക്സൽ 4 ആണ് യൂസ് ചെയ്തത്. പിക്സൽ 4 നിന്ന് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും പിക്സൽ ഡിവൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ റീസൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പിക്സൽ ഡിവൈസിനെ എടുത്ത് കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഷോർട്ട് ഫീച്ചറാണ്. ഫ്ലിപ്പ് ടു എഴുതി കാണിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ടേബിളിൻ്റെ മണ്ടയിൽ ഇങ്ങനെ മലത്തി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആവും. സിമ്പിൾ ഫീച്ചറാണ്, എല്ലാ ഫോണിലും എനേബിൾ ചെയ്യാവുന്നുള്ളൂ. ചില ഫോൺസിനകത്ത് കാണും കേട്ടോ, പക്ഷേ ഇതിനകത്താണ് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത്. സോ എടുത്ത് പറയണമെന്ന് തോന്നി. അത് ഭയങ്കര ഹാൻഡിയാണ്. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മലത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൈലൻ്റ് ആവും. പിന്നെ തിരിച്ചെടുക്കുമ്പോഴത്തേനും അപ്പോൾ തന്നെ നോർമൽ മോഡിലേക്ക് പോകും. നമ്മളെടുത്ത് കംപ്ലീറ്റ്ലി മാറ്റേണ്ട ആവശ്യമില്ല. ഓട്ടോമേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഈ ഫീച്ചർ ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ടല്ല വരുന്നത്. നമുക്ക് സെറ്റിങ്സ് പോയിട്ട് എനേബിൾ ചെയ്യണം. ഓക്കെ, സെറ്റിങ്സ് പോയി എനേബിൾ ചെയ്യേണ്ട വേറൊരു ഫീച്ചർ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി കോമഡിയാണ്. കാരണം ഇതിനകത്ത് ഫേസ് അൺലോക്ക് ഇല്ല. പക്ഷേ ഫേസ് അൺലോക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോ റൊട്ടേറ്റ് ഇച്ചിരി ക്വർക്കിയാണ്. അതായത് നമ്മളിപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് എല്ലാ ഫോണിലും എനേബിൾ ചെയ്യുന്ന പോലെ ഇതിനകത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിലേക്ക് ചെല്ലാൻ പറ്റും. ഓട്ടോ റൊട്ടേറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാൻ പറ്റും. ഈ ഫീച്ചർ അടിപൊളിയാണ്. കാരണം നമ്മളിപ്പം കട്ട്ലയിൽ നിന്ന് കാണുവാണെങ്കിൽ പോലും അറിയാതൊക്കെ നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും സാധനം റൊട്ടേറ്റ് ചെയ്ത് പോകാറുണ്ട്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടൊക്കെ മാറ്റേണ്ട ആ സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. ഇതിന് പകരം നമ്മുടെ ഫേസിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഓട്ടോ റൊട്ടേറ്റ് വരും. ഇപ്പോൾ നമ്മുടെ ഫേസിന് നേരെ ഇത് ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് പിടിക്കുന്നതെങ്കിൽ ഇത് ഓട്ടോ റൊട്ടേറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വരും. അല്ലാതെ ഇപ്പം എൻ്റെ ഫേസ് ഇപ്പം പോർട്രേറ്റ് രീതിയിലാണ് ഇരിക്കുന്നത്, ഫോൺ ലാൻഡ്സ്കേപ്പ് രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫോൺ അപ്പം തന്നെ പോർട്രേറ്റ് രീതിയിൽ തന്നെ ആയിരിക്കും ഓട്ടോ റൊട്ടേഷൻ വരുന്നത്, ലാൻഡ്സ്കേപ്പിലേക്ക് പോകത്തില്ല. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിക്സൽ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് വേറൊരു ഫോണിലും ഇല്ല, ഇതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട് ലൈക്ക് സർക്കുലർ സെർച്ച് എന്ന് പറഞ്ഞ സാധനം. ആൻഡ് അതേ ഫീച്ചർ തന്നെ പിക്സൽ 8ലും വന്നിട്ടുണ്ട്, 8 Pro ആൻഡ് 8 സംതിങ്. പക്ഷേ പിക്സൽ എല്ലാ ഡിവൈസിലും കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ലോങ് പ്രസ് ടു സെർച്ച്. അതായത് നമ്മൾ മൾട്ടി വിൻഡോ എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുമല്ലോ, ആ വിൻഡോയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെർച്ച് ചെയ്യാനും ലൈക്ക് ഇമേജസ് സെർച്ച് ചെയ്യാനും ഷെയർ ചെയ്യാൻ സേവ് ചെയ്യാനും പറ്റും. അതായത് നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് അവിടെ തന്നെ ഇമേജ് ഫോമാറ്റിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് കേസ് വരുന്ന വേറെ രീതിയിലാണ്. ഗൂഗിൾ ലെൻസും ഇത് വർക്ക് ചെയ്യും. അതായത് നമുക്ക് ഒരു വെബ് പേജിൽ ഒരു കാണുന്ന സാധനം അപ്പോൾ തന്നെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും ഗൂഗിൾ ലെൻസിൽ. ആൻഡ് അതുപോലെ തന്നെ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് പകരം ഈ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇമേജിൻ്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മാത്രം. പക്ഷേ എന്നാൽ പോലും അത് ഭയങ്കര ഹാൻഡിയാണ്. ഇപ്പോൾ നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത ഇമേജൊക്കെ നമ്മൾ വെറുതെ ഫുൾ ക്വാളിറ്റി സേവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സേവ് ചെയ്യുന്നതിന് വഴി. പിന്നെ പറയാനുള്ള ഫീച്ചർ ഗൂഗിൾ ക്യാമറ ആപ്പിലാണ്, Gcam എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് നമുക്ക് APK ഒക്കെ നമുക്ക് കിട്ടും, പല ഫോണിലൊക്കെ ഇടാം. സോ എന്നാൽ പോലും ഗൂഗിൾ ക്യാമറയ്ക്കകത്ത് വരുന്ന ഒരു ഫീച്ചറുണ്ട്. പക്ഷേ ഈ ഫീച്ചർ നമ്മൾ APK ഇട്ടാൽ പോലും ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. ആൻഡ് ഇത് വർക്ക് ചെയ്യണമെന്നില്ല APK-ക്കകത്ത്. അതായത് ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെവല്യൂഷണറി ഫീച്ചറാണ് പിക്സൽ കൊണ്ടുവന്നത്. അതായത് നമുക്ക് 360 ഡിഗ്രി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ വിഷൻ പ്രോയ്ക്കത്തൊക്കെ അറിയാമല്ലോ 3D ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 360 ഡിഗ്രി ഫോട്ടോസ് എടുക്കാം. ഇത് നമുക്ക് VR ഗ്ലാസ്സസ് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ഫീല് കിട്ടും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടിപൊളി ഫീച്ചറാണ്. നമുക്കിത് ജസ്റ്റ് ഏതൊരു ക്യാമറയ്ക്കകത്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന് നമുക്ക് 2 ക്യാമറ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് വിഷൻ പ്രോയ്ക്ക് നമ്മൾ 3D ഫോട്ടോ എടുക്കണമെങ്കിൽ 2 ക്യാമറ പാരലായിട്ട് വരണം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം 4K അത് സിംഗിൾ ക്യാമറ ആയിരുന്നു. അതിൽ പോലും നമുക്ക് 360 ഡിഗ്രിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് കുറേ AI ഫീച്ചേഴ്സ് ഒക്കെയാണ്, മാജിക് എഡിറ്റർ പോലത്തെയൊക്കെ. ഇത് ബേസിക്കലി ജെമിനി ബേസ്ഡ് ആണ്. ഇതൊക്കെ ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുവാണ്. കാരണം ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ ബാക്കി പ്രോഡക്റ്റ്സിലൊക്കെ സിമ്പിളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നുള്ളൂ. എന്നാൽ ഒരു ഫീച്ചറുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഈ ഫീച്ചർ അത്ര പെട്ടെന്ന് ബാക്കി ഫോൺസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. നൗ പ്ലേയിങ് സോങ്സ്. അതായത് നമ്മുടെ ലോക്ക് സ്ക്രീനിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും നമുക്ക് സറൗണ്ടിങ്ങിൽ പ്ലേ ചെയ്യുന്ന ഏതൊരു പാട്ടിൻ്റെയും അപ്ഡേറ്റ് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഷസാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന അതേ സംഭവം നമുക്ക് പിക്സൽ ചോദിക്കാതെ തന്നെ നമുക്ക് പറഞ്ഞു തരും. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ബസ്സിൽ പോകുകയാണെങ്കിൽ ബസ്സിൽ പ്ലേ ചെയ്യുന്ന പാട്ടെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും, ഏത് പാട്ടാണ് കറണ്ടിൽ പ്ലേ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആ പാട്ടെല്ലാം നമുക്കൊരു പ്ലേലിസ്റ്റ് ഒക്കെ തരും. ആൻഡ് നമുക്ക് ആ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും സ്പോട്ടിഫൈയിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക്കിലേക്കോ എങ്ങനെ വേണമെങ്കിലും. ആൻഡ് ഈ ഫീച്ചർ പിക്സൽ ഡിവൈസിനെ ഒത്തിരി രീതിയിൽ എടുത്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു.
എല്ലാവർക്കും അറിയാം പിക്സലിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അധികം കസ്റ്റമൈസേഷൻസ് ഒന്നും ഇല്ല കമ്പാരിറ്റീവ്ലി. ബാക്കി ഡിവൈസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും തീംസ് ഉണ്ട് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട്. അതുപോലെ തന്നെ വാൾപേപ്പർ ഡിസൈനിങ് ഒക്കെ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്ന ഗുഡ് ലോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സാംസങ്ങിനകത്തുണ്ട്. ഇപ്പോൾ ഷവമിയുടെ ഹൈപ്രോയ്സിനകത്ത് നോക്കുവാണെങ്കിൽ ലോക്ക് സ്ക്രീനകത്ത് ക്ലോക്ക് ഡിസൈൻ ഒക്കെ അടിപൊളിയാണ്, കുറേ ഫോണ്ടും കാര്യങ്ങൾക്കായിട്ട് സെറ്റപ്പാണ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പിക്സലിൻ്റെ സാധനം ഭയങ്കര ശോകമായിട്ട് തോന്നും. എന്നാൽ പിക്സലിനകത്ത് തീംഡായിട്ട് വരുന്ന കുറച്ച് ലോക്ക് സ്ക്രീൻസ് ഉണ്ട്, ലൈക്ക് ലോക്ക് തീംസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്യൂറും സിമ്പിളും എന്താ പറയുക കുറച്ചുകൂടെ കൺവേയിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇതിനകത്ത് നമ്മൾ ഏതൊരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ലോക്ക് സ്ക്രീൻ തീം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് എല്ലാ ഡേറ്റയും കൺവേ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ ഏതൊരു വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാലും അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഫോണ്ടോ അല്ലെങ്കിൽ കളർ തീമോ ഇതിനകത്ത് കിട്ടും. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മെറ്റീരിയൽ യു ആണ്. എന്നാലും ആ ഒരു ഇംപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന ആനിമേഷനാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കകത്ത് ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആൻഡ് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ആ ക്ലോക്കിൻ്റെ സൈസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലോക്കിൻ്റെ സൈസ് മാറുന്നത് മാത്രമല്ല വെതർ വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആനിമേഷൻസും ഇതിനകത്ത് സെപ്പറേറ്റഡ് വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അത്യാവശ്യം അടിപൊളിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ലൈവ് ക്യാപ്ഷൻസ്. ഇത് സത്യം പറഞ്ഞാൽ ഓഡിയോയ്ക്കകത്ത് വരുന്ന ഒരു സബ് കാറ്റഗറിയാണ്. ആൻഡ് ഈ കാറ്റഗറിക്കകത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ ഏതൊരു മീഡിയ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും, നമ്മളൊരു വീഡിയോ കാണുവാണെങ്കിലോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് കേൾക്കുവാണെങ്കിലോ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മീഡിയ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്യാപ്ഷൻസ് കിട്ടും. ഇപ്പോൾ അതുപോലെ തന്നെ ലൈവ് ട്രാൻസ്ലേഷനും ഉണ്ട്, ഇപ്പം പുതിയതായിട്ട് വന്ന ഫീച്ചറാണ്. ആൻഡ്രോയിഡ് 14 കിട്ടിയതാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊരു ചാറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റയുടെ ഏതൊരു സർവീസ് ആയിക്കോട്ടെ, എവിടെ ചാറ്റ് ചെയ്യുവാണെങ്കിലും നമുക്ക് ആ ഒരു അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ആൻഡ് ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലെ ഉഗ്രൻ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.